കരൂർ ദുരന്തം വിജയ് ഉൾപ്പെടെയുള്ള ടി.വി.കെ നേതാക്കളെ CBI ചോദ്യം ചെയ്യും. CBI സംഘം കരൂരിലെത്തി. സുപ്രീംകോടതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം. വിരമിച്ച സുപ്രീംകോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, കരൂർ ദുരന്തത്തിൽ വിജയ് ഉൾപ്പെടെയുള്ള ടി.വി.കെ നേതാക്കളെ CBI ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണെന്നാണോ മനസ്സിലാക്കേണ്ടത്? രോഹിണി, കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് CBI അന്വേഷണത്തിന് നേരത്തെ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിനോടനുബന്ധിച്ചാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ കരൂരിലെത്തിയിട്ടുള്ളത്. വിശദമായിട്ടുള്ള അന്വേഷണം നടക്കും. വിജയ് ഉൾപ്പെടെയുള്ളവരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് അല്ലെങ്കിൽ വിവരങ്ങൾ ശേഖരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. സുപ്രീം കോടതി ഉത്തരവിനനുസരിച്ച് തമിഴ്നാടിന് പുറത്തുള്ള 2 IPS ഉദ്യോഗസ്ഥർ സംഘത്തിലുണ്ട്. ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിൽ എന്തെല്ലാം വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ളൊരു വിശദമായ അന്വേഷണമാകും CBIയുടെ ഭാഗത്തുനിന്നുണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ മുൻ സുപ്രീം കോടതി ജഡ്ജ് ജസ്റ്റിസ് അജയ് രസ്തോഗിയുടെ നേതൃത്വത്തിലുള്ളൊരു 3-അംഗ പാനലിനും സുപ്രീം കോടതി രൂപം നൽകിയിരുന്നു. അതായത് ഈ അന്വേഷണം സംബന്ധിച്ച് മേൽനോട്ടം നിർവഹിക്കുന്നതിന് ഈ സമിതിയുടെ മേൽനോട്ടത്തിലായിരിക്കും CBIയുടെ അന്വേഷണം നടക്കുക. വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള തമിഴക വെട്രി കഴകത്തിന്റെ കരൂരിലെ പരിപാടിക്കിടെ ഉണ്ടായിട്ടുള്ള തിക്കിലും തിരക്കിലും 41-ലധികം മരണമായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് ടി.വി.കെയും ആവശ്യപ്പെട്ടിരുന്നു. അവിടെ പോലീസിന്റെ അന്വേഷണത്തിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ എന്താണ് അപകടത്തിലേക്ക് നയിച്ചത് അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടും കാര്യക്ഷമമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കുന്നില്ല എന്ന് ഈ കേസ് നടക്കുന്ന വേളയിൽ സുപ്രീം കോടതിയിൽ ആക്ഷേപം ഉയർന്നിരുന്നു. പിന്നീട് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് CBI ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ CBIയുടെ പ്രത്യേക സംഘം കരൂരിലെത്തിയിരിക്കുകയാണ്. അവിടെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കും, പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് പരിശോധിക്കും. ഒപ്പം വിജയ് ഉൾപ്പെടെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുടെ മൊഴികൾ രേഖപ്പെടുത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. രോഹിണി, ശരി. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.